ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചിക്കൻ കറി ഉണ്ടാക്കിയത്. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു 3-4 പീസ് ഞാൻ മാറ്റി വെച്ചതാണ്. ഒരു എല്ലൊന്നും ഇല്ലാത്ത പീസാണ്. ഇത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഇച്ചിരി ഒരു നുള്ളു ഗരം മസാല ഇട്ടിട്ടുള്ളൂ, അതും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളിയുടെ രണ്ടറ്റവും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. തൊലിയൊന്നും പൊളിച്ചിട്ടില്ല. തൊലിയോട് കൂടി ഇടുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടുക. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഒരു ഇഞ്ചി കഷ്ണം കൂടി ആവശ്യമുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഇഞ്ചിയും കൂടി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഭയങ്കര പേസ്റ്റൊന്നും ആവണമെന്നില്ല, ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. വെളുത്തുള്ളിയും ഇതും കൂടി ഇഞ്ചിയും കൂടി. അതിനാവശ്യമായത് നല്ലെണ്ണയാണ് കേട്ടോ. ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായ ശേഷം നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. അച്ചാറൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആകണം. എന്നാൽ ഭയങ്കര ഹാർഡായിട്ട് ഫ്രൈ ആകരുത് കേട്ടോ. എന്നാൽ നമ്മുടെ മസാലയൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകണം. ഫ്രൈ ആകുകയും വേണം, എന്നാൽ സോഫ്റ്റ്നെസ് ഉണ്ടാകുകയും വേണം. പക്ഷേ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ഇരിക്കരുത്. ആ ഒരു പരുവത്തിനാണ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കരിഞ്ഞു പോയാലോ. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. ഇനി വേണ്ടത് ഈ ഒരു ഫ്രൈ പാനിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കൂടുതലായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചാറിന് ആവശ്യമായത് മാത്രം ഇതിലേക്ക് വെച്ചിരുന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കോരി മാറ്റാം. ഇപ്പോൾ കുറച്ചായത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചത്. അതിലേക്ക് ഞാൻ കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ടീസ്പൂൺ കടുകാണ് ഞാൻ പൊട്ടിക്കാൻ ഇട്ടേക്കുന്നത്. അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ചതച്ച് വെച്ചിരുന്നില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ചേർക്കുക. കൂടിപ്പോകരുത്, എങ്കിൽ കയ്പ്പ് കൂടുതലായിരിക്കും കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് മാത്രമേ ചേർക്കാവൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു മസാല ഇടുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. കാരണം ചിലപ്പോൾ അതിൽ മൂട്ടി പിടിച്ച് കരിഞ്ഞു പോയാലോ. അതുകൊണ്ടാണ്. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വറ്റിയതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് ഇളക്കിയാൽ ഒരു അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ലേ. പിന്നെ ഞാനൊരു കാര്യം സ്കിപ്പ് ചെയ്തു. കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ ശരിക്കും മറന്നു പോയതാണ്. നിങ്ങൾ കടുക് താളിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇളക്കിയാൽ സൂപ്പറായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.